വൈകിട്ടായിട്ട് കേസ് ഞാൻ നമുക്ക് നേരെ ഗുരുവായൂരിൽ പോയിട്ട് ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. വൈകിട്ട് 6:30 അപ്പോൾ വൈകുന്നേരത്തെ ഭഗവാന്റെ ദർശനമാണ് ഞങ്ങൾ ഇന്ന് കിട്ടും വിചാരിക്കുന്നത് അല്ലേ. ആരാധന കേട്ടോ കേസ്. അപ്പോൾ ദീപാരാധന തൊഴാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഗുരുവായൂർ വന്ന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു ഭയങ്കര ഫീലാണ് കേസ് അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ് കേസ്. അപ്പോൾ പോയി ഭഗവാനൊക്കെ തൊഴുതിയിട്ട് വന്നിട്ട് കാണാട്ടോ. അപ്പോൾ ഗുരുവായൂർ ഉത്സവം ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിരിക്കുകയാണ് കേസ്. നമ്മൾ എന്താ പറയുക, അകത്തേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ കേസ്. പിന്നെ ഇവിടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ഓരോ 2-3 സ്റ്റേജ് ഉണ്ട് കേട്ടോ കേസ്. അപ്പോൾ അവിടെയൊക്കെ ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ എന്തായാലും അകത്ത് പോയി ഭഗവാനെയൊക്കെ തൊഴുതി നല്ലൊരു ദർശനമായിരുന്നു കേട്ടോ കേസ് കിട്ടിയത്. വളരെയധികം സന്തോഷത്തോടെ ഓടുകയാണ് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിയത്. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു പേടിയോടുകൂടിയാണ് ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കാലിന് പ്രശ്നമായതുകൊണ്ട് തന്നെ അകത്ത് ഈ തിരക്കിനിടയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ മുമ്പ് തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയതിട്ട് കേസ്. ഇങ്ങനെയെങ്കിലും ഭഗവാനെ ദർശനം നല്ല രീതിയിൽ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അതേപോലെ തന്നെ ആയി. അതിനകത്ത് പോയപ്പോൾ ആ തിരക്കൊക്കെ എന്താ പറയുക, നമ്മൾ ശ്രീലകത്തേക്ക് നമ്മുടെ അകത്തേക്ക് കയറുന്ന ആ വാതിലുണ്ടല്ലോ, ആ വാതിലിൻ്റെ അവിടെ എത്തുന്നവരെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കേസ്. നമ്മൾ അതിനകത്തേക്ക് കയറുന്തോറും ആ തിരക്കിൻ്റെ എന്താ പറയുക അതൊന്നും അനുഭവപ്പെട്ടില്ല. അടിപൊളിയായിട്ട് പോയി നല്ലൊരു ദർശനം കണ്ണനായിട്ടുള്ളൊരു ശ്രീകൃഷ്ണൻ്റെ മനോഹരമായ ഒരു എന്താ പറയുക ഇതുവരെ കാണാത്തൊരു രൂപമാണ് കാണാൻ പറ്റിയത്. ഭയങ്കര സന്തോഷമായിട്ട് കേസ്. അങ്ങനെ വന്ന് ഞങ്ങൾ വെളിയിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് കേസ്. ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിട്ടുള്ള ആ ഗോപുരം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയാണ്. എന്തായാലും ഗുരുവായൂർ ഉത്സവത്തിന് വരാത്തവരൊന്നും വരണം കേസ്. നല്ല പരിപാടിയാണ്. അപ്പോൾ രാത്രി സമയത്തൊക്കെ ഗുരുവായൂർ ഈ അമ്പലനടയിലും ഈ പരിസരത്തൊക്കെ നിൽക്കാനും ഒക്കെ ഒരു ഭാഗ്യം വേണമല്ലോ കേസ്. വളരെയധികം സന്തോഷം കിട്ടുന്ന ഒരു നിമിഷമായിരിക്കും ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് കടകൾ, ഷോപ്പിംഗ് കടകൾ ഇങ്ങനെ ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ ഓരോ പ്രതിമകളും വിളക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ പൂക്കൾ പിന്നെ പറയണ്ടല്ലോ, തുളസിമാലയും മുല്ലപ്പൂവും കണ്ണന് സമർപ്പിക്കാനുള്ള താമരപ്പൂവും അങ്ങനെ ഒരുപാട് തെച്ചിപ്പൂവും അങ്ങനെ കുറേ പൂക്കളാണ് കേസ് ഇവിടെ കാണാൻ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറേ മയിൽപ്പീലികളൊക്കെ വെച്ചിട്ടുണ്ട് കേസ്. പിന്നെ വിഷു ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൊന്നപ്പൂ കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണല്ലോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ഫാൻസി കടകളാണ് കേസ്. കുട്ടികൾക്ക്, നമുക്ക് വലിയവർക്ക് എല്ലാവർക്കും വള, കമ്മൽ, മാല അങ്ങനെ എന്ത് വേണമെങ്കിലും വാങ്ങാം. പിന്നെ ഭഗവാന്റെ ഓരോ ചെറിയ ചെറിയ വെണ്ണക്കണ്ണൻ അങ്ങനെയുള്ള ഓരോ രൂപങ്ങളും ഇതുകളല്ലേ ഈ ഇങ്ങനത്തെ നമ്മൾ വിഷുവിനൊക്കെ നമ്മളിങ്ങനെ വെക്കില്ലേ, കണി കാണുന്ന സമയത്തൊക്കെ വെക്കില്ലേ, അതുപോലത്തെ കാര്യങ്ങളും പേഴ്സുകളും ഒക്കെയാണ് അവിടെ ഉണ്ടാകും. പിന്നെ ഇവിടെ എണ്ണ കർപ്പൂരം ഭഗവാന്റെ ഫ്രണ്ടിൽ അവിടെ സമർപ്പിക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞിക്കുരു, അങ്ങനെ എള്ള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ വാങ്ങാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഗോപുരം നടൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് കേസ്. അവിടെ ഈ ലൈറ്റിൻ്റെ കാഴ്ച കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ
നല്ല രസമുണ്ട് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിറ്റേ ദിവസം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ് കേസ് വന്നത്. ഗുരുവായൂരിൽ ഏകദേശം കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ. നമ്മുടെ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായിട്ടാണ് പാർത്ഥസാരഥി ക്ഷേത്രം ഉണ്ടാകുന്നത്. ഇതുവരെ ഗുരുവായൂർ വന്നിട്ട് ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എന്താ പറയുക, അതിമനോഹരമായ ഒരു പഴയൊരു ക്ഷേത്രം. ഇപ്പോൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വന്നിട്ട് ഞങ്ങൾ നെയ്യ് വാങ്ങിയിരിക്കേണ്ട കേസ്. നെയ്യല്ല, ഭഗവാനെ നേദിച്ച പ്രസാദമാണ് കേട്ടോ, വെണ്ണ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നവരൊക്കെ ഈ പാർത്ഥസാരഥി ക്ഷേത്രവും കൂടി വിസിറ്റ് ചെയ്യാൻ കേസ്. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണ്. നമ്മൾ മമ്മിയൂർ ക്ഷേത്രമൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെയും കൂടി വരിക, കാണുക. ഗജരാജൻ കേശവൻ മരപ്രഭു. അപ്പോൾ ഞങ്ങൾ എപ്പോൾ ഗുരുവായൂർ വന്നാലും നമ്മുടെ തെക്കേ നടയിൽ ഫ്രണ്ടിലുള്ള ഈ ഗുരുവായൂരപ്പനെ കാണാൻ വരുന്നുണ്ട് കേസ്. ഇവിടെയാണ് ഗുരുവായൂർ കേശവനും മരപ്രഭുവും ഒക്കെ ഉള്ളത് കേട്ടോ. ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കുമ്പോൾ തന്നെ നല്ല റിലാക്സാണ്, നല്ല തണുപ്പാണ് കേസ് ഇവിടെ. അപ്പോൾ എന്തായാലും ഗുരുവായൂർ കേശവൻ്റെ ഈ പ്രതിമയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ രൂപവും മരപ്രഭുവിനെയൊക്കെ വന്ന് തൊഴുതിയിട്ടാണ് നമ്മൾ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വന്ന് കുറച്ച് നേരം നിന്നിട്ട് തിരിച്ചു പോകാണ്ട് കേസ്. അപ്പോൾ എല്ലാവർക്കും ഈ ഗുരുവായൂർ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കുറച്ചുകൂടി ഗുരുവായൂരിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാം. അപ്പോൾ കേസ് ഞങ്ങൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ, ഗുരുവായൂർ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതിട്ട് ഭക്ഷണമൊക്കെ വന്ന് കഴിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ മരപ്രഭു ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണല്ലോ മരപ്രഭു, നമ്മുടെ ഗുരുവായൂർ കേശവൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉള്ള സ്ഥലമൊക്കെ. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊരു ഇൻട്രോ എടുത്തിട്ട് പോവുക അമ്പലത്തിലേക്ക്. വീണ്ടും ഒന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകണം. ഉള്ളിൽ പോയിട്ട് ഒന്നും കൂടി ഭഗവാന്റെ അവിടെ ഒന്ന് പോയി അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് കേസ്. നല്ല വെയിലാകാൻ തുടങ്ങി, പക്ഷെ നന്നായി വേർത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട്. ഈ മരപ്രഭുവിൻ്റെ ഈ താഴെ നല്ല ചെടികളും തണലാണ് കേസ് അല്ലേ, നല്ലൊരു കുളിർമ അടിപൊളിയായിട്ടുണ്ട് കേസ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഗുരുവായൂരിൽ ഇന്നലെ ഞങ്ങൾ വൈകിട്ടാണല്ലോ ദർശനത്തിന് പോയത് കേസ്. അപ്പോൾ അതൊരു കാര്യം പറയാനാണ് പറഞ്ഞാണ്. നല്ല തിരക്കായിരുന്നു കേസ്, ഭയങ്കരമായ തിരക്കായിരുന്നു. എനിക്ക് എന്താ പറയുക, ഞാൻ അകത്ത് കയറുമ്പോൾ തന്നെ ഈ തിരക്ക് കണ്ടപ്പോൾ ആകെ ബുദ്ധിമുട്ടായിട്ട് പേടിച്ചു പോയി. കാരണം നടക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഉന്തും തള്ളൊക്കെ പേടിച്ചിട്ട് എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചാണ്, ഭഗവാനെ തിരക്കൊക്കെയാണ് എങ്ങനെ ഞാൻ ഉള്ളിലേക്ക് വരിക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ സത്യത്തിൽ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് നിന്നാണ് കേസ്. അപ്പോൾ എന്തായാലും മാനേജറിനെ കണ്ടിട്ട് സാർ ഇത് പോട്ടെ ചോദിച്ചു, ഓക്കെ പറഞ്ഞു. അങ്ങനെ സെക്യൂരിറ്റി നമ്മളെ പൊക്കോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്നാലും നമ്മൾ എന്താ പറയുക, ശ്രീകോവിലിനകത്തേക്ക് കയറുന്ന സമയത്ത് ചെറിയൊരു ഇടനാഴിയല്ലേ കേസ്. അപ്പോൾ നല്ല തിരക്ക്, ആ ഭാഗത്തു നിന്ന് ഈ ഭാഗത്തു നിന്നൊക്കെ തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറയുക, ഒരു പ്രശ്നം ആ ബാക്ക് നമ്മൾ ആ ശ്രീകോവിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയം മുതൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ കേസ്. നല്ല രീതിയിൽ ഒരു ഉന്തോ തള്ളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സുഖമായി ഭഗവാനെ മാത്രം തൊഴുതി. നല്ല ദർശനമല്ലേ. ഇതുവരെ ഞങ്ങൾ ഗുരുവായൂർ വന്നിട്ട് ഇതുപോലത്തെ ഒരു ദർശനം കറക്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയിട്ടുണ്ടാവും, 1-2 തവണയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അതിലും നല്ലൊരു ദർശനം, സ്പെഷ്യൽ ദർശനമായിരുന്നു കേസ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഗുരുവായൂർ വ്ളോഗുകൾ അപ്പോൾ ഇതോടെ ഇന്ന് നമ്മൾ ഇനി പോകാണ്ട് കേസ്. ഞങ്ങൾ പാലക്കാട്ടേക്ക് കുറച്ച് നേരം അവിടെയൊക്കെ പോയിരുന്നിട്ട് തിരിച്ച് ഞങ്ങൾ പോവും. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ഗുരുവായൂരിലെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവരും ഇഷ്ടപ്പെട്ട ഇതെല്ലാം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേസ്. അപ്പോൾ ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ചിട്ടാണ് കേസ് ഞങ്ങൾ ഈ പ്രാവശ്യം ഇവിടെ വന്നത് അല്ലേ. അപ്പോൾ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ കേസ്. കഴിഞ്ഞ തവണയെ വരണം വിചാരിച്ചാണ്, പക്ഷെ പറ്റിയില്ല. ഈ പ്രാവശ്യം ഉത്സവത്തിന് വന്ന് കഞ്ഞി കുടിക്കാൻ പറ്റി. പിന്നെ വൈകിട്ടും ഭക്ഷണമൊക്കെ ഉണ്ട് അല്ലേ, വൈകിട്ടും ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വൈകിട്ട് നേരത്തും ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ കേസ് വിശേഷങ്ങൾ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായില്ലേ. ഈ പ്രാവശ്യം വന്നിട്ട് ഒരു അധികം എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിലാണ് ഇത്ര നേരം കാര്യങ്ങളൊക്കെ പോയല്ലേ. അടിപൊളിയായിരുന്നു. ഭഗവാൻ തൊഴുകാനും എല്ലാം പറ്റിയിട്ട കേസ്. അപ്പോൾ എന്തായാലും ഞങ്ങളിനി തിരിച്ചു പോവാണ് കേസ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ചിലപ്പോൾ ഒന്ന് വൈകുന്നേരത്ത് ഞങ്ങൾ 4 മണിക്കാറ്റിക്ക് പോകും തൃശ്ശൂർ അല്ലേ.
ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോയി കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കട്ടെ കേസ്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും സപ്പോർട്ട് ചെയ്യട്ടെ കേസ്. അപ്പോൾ ഇത് തെക്കേ നടയാട്ടെ കേസ്. ഇന്നും നല്ല തിരക്കാണ്. ഈ ഭാഗത്താണ് കഞ്ഞിയൊക്കെ കുടിക്കണത് കേട്ടോ. അതിൻ്റെ മേലെയാണ് ഇതവിടെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കാം കേട്ടോ. ഇത് ഫുള്ള് കഞ്ഞി കുടിക്കാനുള്ള ക്യൂ ആണ് കേസ്. ഈ കാണുന്നതൊക്കെ കഞ്ഞി കുടിക്കാനുള്ള ക്യൂ ആണ്. പിന്നെ അങ്ങ് അറ്റത്തും അതേതാണ്. ഈ ഭാഗത്താണ് കഞ്ഞിയൊക്കെ കൊടുക്കുന്നത് അല്ലേ. നല്ല തിരക്കില്ലേ? അപ്പോൾ കേസ് അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് വെക്കറ്റ് ചെയ്യാൻ പോകാനുണ്ട് കേസ് അല്ലേ. അപ്പോൾ 2 ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. മാർച്ച് 12, 13 എന്താ പറയുക, ഞങ്ങൾ ഒരിക്കലും മറക്കില്ല കേട്ടോ കേസ്. അടിപൊളി ഡേ ആയിരുന്നു. റിലാക്സും എന്താ പറയുക, മനസ്സിന് ഭയങ്കര സന്തോഷവും കിട്ടുന്ന ചില നിമിഷങ്ങളാണ് നമ്മൾ ഈ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ. സൂപ്പറായിട്ട് കേസ്. അപ്പോൾ ഇനി എന്നാ വരിക എന്നറിയില്ല. ഇനിയും എത്രയും പെട്ടെന്ന് ഭഗവാൻ വരാൻ അനുഗ്രഹിക്കട്ടെ അല്ലേ. ഞങ്ങളുടെ മെയിൻ വാർപ്പൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ സൺഷൈഡും അതൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ. ഇനി മെയിൻ വാർപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടിയിട്ട് കേട്ടോ. ഞങ്ങൾ 2 ആൾ മാത്രമല്ല വന്നിരിക്കുന്നത്. ഇനി ഫാമിലി ആയിട്ട് നമ്മളെ അച്ഛനും അമ്മയും പെങ്ങളും കുട്ടികളും എല്ലാവരും ആയിട്ട് ഒന്ന് വരണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കാം അല്ലേ. ഭഗവാൻ എങ്ങനെയാണ് വിചാരിക്കുന്നത് അതുപോലെ നടക്കട്ടെ. എന്തായാലും ഗുരുവായൂർ വരാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കേസ്. എന്താണ് പറയുക, നല്ലൊരു ഫീലാണ് ഈ അമ്പലത്തേക്ക് വരുമ്പോൾ. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞങ്ങൾ ഈ റൂമിൽ നിന്ന് ഇവിടെ പറയാനുണ്ട് കേസ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഗുരുവായൂർ വ്ളോഗ് കഴിഞ്ഞു അല്ലേ. ഇനി ഞങ്ങൾ 1-2 സ്ഥലത്ത് പോകാനുണ്ട് കേസ്. അപ്പോൾ പറ്റിയാൽ അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതെടുത്തതായിരിക്കും ഇനി അടുത്ത വീഡിയോ. ഓക്കെ ബൈ ഗായ്സ്.